പലരും പലതും പലതും പറയും, പറയാത്തതു നാം എങ്ങനെ കേൾക്കും? കേൾക്കും കേൾക്കും കേൾക്കും. പലരും പലതും പലതും തിരയും, തിരയാത്തതു നാം എങ്ങനെ കാണും? പലരും പലതും പതിവായി അറിയും, അറിയാത്തതു നാം എങ്ങനെ പറയും? കണ്ടില്ല കേട്ടില്ല മിണ്ടില്ല ആരാരും. കണ്ടില്ല കേട്ടില്ല കേട്ടില്ല മിണ്ടില്ല ആരാരും. എന്താ ഈ വണ്ടി സ്റ്റാർട്ടായ? സാറേ ഒന്ന് നോക്കട്ടെ. എന്തായടാ വണ്ടി സ്റ്റാർട്ടായോ? സാറേ സ്റ്റാർട്ടായിട്ടുണ്ട്. സൂക്ഷിച്ച് ഓടിച്ചോണം, ഇവിടെ നിറയെ ആളുകളുള്ളതാ. വരാൻ പറവന്മാരോട്. എന്താടാ നിന്റെ വണ്ടിക്ക് ശബ്ദമില്ലേ? നന്നായി കൊടുത്തോട്ടെ. വരാൻ പറവന്മാരോട്. വളവ് തിരിയുമ്പോ ഫോണടിക്കണമെന്ന് എനിക്കറിയില്ല. പോയി വാങ്ങിട്ടോ. ചെല്ലടാ. നീ എന്തിനാടാ വണ്ടി എടുത്തത്? ഓ ഈ സാറ് കൈ കാണിച്ചിട്ടാണോ നീ വണ്ടി എടുത്തത്? ഇന്നലെ ഷിഹാബ് കൈ കാണിച്ചിട്ട് ഉമ്മാര് വണ്ടി എടുത്താലേ പോയിന്ന്. അങ്ങനെയാണോ കാര്യങ്ങൾ സാറേ? ഭയങ്കര ധൈര്യശാലികളല്ലേ, പോലീസിനൊന്നും യാതൊരു പേടിയില്ല, പറപ്പിച്ചു പോവല്ലേ. എന്താടാ വായുവിളി കടിക്കാൻ പോയതാണ് നീ? വായുവിളിയൊന്നുമല്ല, ഭയങ്കര തിരക്കുള്ള പാർട്ടീസാണ് ഇവരൊക്കെ. എന്ത് പോക്കാണ് നീയൊക്കെ പോയത്? വീട്ടുകാരെ എന്ത് സമാധാനത്തിരിക്കും? പുറകിരിക്കണം, ഞാൻ ഹെൽമെറ്റും ഇല്ല, എന്നിട്ട് വണ്ടിയും നിർത്തിയില്ല. എടാ നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടടാ? അച്ഛനും എടാ ഉറക്കം പറയടാ. അച്ഛനും അമ്മയും. ആ നിന്റെയോ? അച്ഛനും അമ്മ അനിയത്തിയും. എടാ അവരൊക്കെ നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടല്ലടാ ഇരിക്കുന്നത്. എന്നിട്ട് ഹെൽമെറ്റും വെക്കാണ്ട് അവനൊക്കെ 100 പറക്കണം. നിനക്ക് ലൈസൻസ് ഉണ്ടടാ? ഓ അതെങ്കിലും ഉണ്ടല്ല. അത് പോട്ടെ, ഇന്നലെ ഈ സാറ് കൈ കാണിച്ചപ്പോ നീ എന്താ വണ്ടി എടുത്താതെ പോയത്? എന്ത് കേട്ടാന്ന്? അപ്പൊ നീ പറഞ്ഞിട്ടാണ് ഇവൻ വണ്ടി നിർത്താഞ്ഞത് അല്ലടാ? അപ്പൊ നീ വണ്ടി നിർത്താൻ പോയതാണ്, ഇവനാണ് വണ്ടി നിർത്തണ്ടെന്ന് പറഞ്ഞത് അല്ലടാ? ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ. ബസ് ഇടുന്നില്ലേ? അപ്പൊ നീയാണ് വണ്ടി നിർത്തണ്ടെന്ന് പറഞ്ഞത്. പോലീസിനെ നിനക്കെന്താണ് എത്ര പുച്ഛം? പിന്നെന്തിനാ നീ വണ്ടി നിർത്തണ്ടെന്ന് പറഞ്ഞത്? പേടിയായിട്ട് ആരെങ്കിലും വണ്ടി നിർത്തണ്ടെന്ന് പറയൂ? അപ്പൊ ഹെൽമെറ്റ് ഇല്ലാണ്ട് നീ എന്തിനാ വണ്ടിയുടെ പുറകെ കയറിയിരുന്നത്? അവൻ വിളിച്ചപ്പോ പോയി. ഒരു കാര്യം ചെയ്യ്, നീ പോയാ വെജി പോയിരുന്നു, നിന്റെ വീട്ടിൽ നിന്ന് ആള് പറ്റേ. എന്നിട്ട് ഞാൻ ആലോചിക്കാൻ നിന്നെ വിടണോ വേണ്ടേ? പോടാ 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 പോടാ, നീ പോടാ. നീ ഷാബേ, 1 മണിക്കൂർ കഴിയുമ്പോഴേ അവന്മാരെ പറഞ്ഞു വിട്ടേര്. വീട്ടിൽ നിന്നൊന്നും ആൾക്കാരെ വിളിപ്പിക്കണ്ട, പിള്ളേരല്ലേ, ഒരു താക്കീത് കൊടുത്ത് വിട്ടാൽ മതി, അവന്മാർക്ക് മനസ്സിലായിക്കോളും. അല്ല എന്താ അവിടെ നിൽക്കണത്? വാ. ആ ഇല്ല നോക്കണുണ്ട് സാറേ. ആ ഫയൽ കംപ്ലീറ്റ് ചെയ്തിട്ടേ സാറിൻ്റെ ഓഫീസിലേക്ക് കൊടുത്തു വിട്ടേക്കാം. വേണ്ട സാറേ, ഞാൻ തന്നെ കൊണ്ടുവരാം. ആ ഇന്ന് തന്നെ. ഓക്കെ ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ ബൈ. ആ എന്താണ് മോഹൻ്റെ പ്രശ്നം? പറ. പറഞ്ഞോ മോഹൻ, ആ പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ.
സാറേ ആ ഞാനൊരു ആർട്ടിസ്റ്റാണ്. ആഹാ, മോഹൻ ആർട്ടിസ്റ്റാണാ? ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ആർട്ടിസ്റ്റാണ്? ഈ ചുവരെഴുത്ത് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത്. ഓ, ചിത്രകാരനാണല്ലേ മോഹൻ? അതെ സാർ. ചിത്രകാരന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ചെറുപ്പത്തിലേക്ക് ചിത്രങ്ങളൊക്കെ വരക്കുമായിരുന്നു. മതിലിൻ്റെ അപ്പുറത്തേക്ക് കൂടെ പോകുന്ന ആന, ഇങ്ങനെ 2 റൗണ്ട് ഇട്ടിട്ട് ഒരു വരയിട്ടിട്ട് പൂച്ച, അതുപോലത്തെ ചിത്രങ്ങളാണോ മോഹനം വരക്കുന്നത്? അല്ല സാറേ, ആ, ഞാൻ ഈ ചുവരെഴുത്തും ചിത്രങ്ങളും ഒക്കെയാണ്. ഓ, പരസ്യകല. നിങ്ങളൊക്കെ ഭയങ്കര കഴിവുള്ള കലാകാരന്മാരാണ്ട. നിങ്ങളൊക്കെ ഓരോ ചിത്രങ്ങൾ വരക്കുന്നത് കാണുമ്പോൾ അത്ഭുതത്തോടെ ഞാൻ നോക്കിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഷട്ടറിൽ ഇങ്ങനെ ഇരിക്കുന്ന ഷട്ടറിൽ നിങ്ങളെങ്ങനെ ഈ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒക്കെ പടം വരയ്ക്കുന്നത്? ഭയങ്കര കഴിവ് തന്നെ, അപാരം. അതുകൊട്ടെ, എന്താ മോഹൻ്റെ പ്രശ്നം? അതെ സാറേ, ആ. ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പം കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് 2 സ്ഥാനാർത്ഥികളെ ആ എന്നെ ഈ ചുവരെഴുത്തിനും ബാനർ എഴുതാനും ഒക്കെ വേണ്ടി വിളിച്ചായിരുന്നു. ആ നല്ല പൈസ തരാമെന്ന് പറഞ്ഞ് ഞാൻ പോയി വർക്കെല്ലാം ചെയ്തു കൊടുത്തു. വർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞ് ഞാൻ പൈസ ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇലക്ഷൻ കഴിയട്ടെ അപ്പം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെന്ന് ചോദിച്ചേ. അപ്പോൾ ഇപ്പോൾ അവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ആ പൈസ വിട്ട് തന്നിട്ടുമില്ല സാറേ. ഓ, പൈസ നട്ടില്ല അവര്? ഇല്ല സാറേ. അല്ല, അപ്പോൾ മോഹനൻ ചുവരെഴുതിയ സ്ഥാനാർത്ഥികൾ 2 ജയിച്ചോ? അവർ രണ്ടും തോറ്റുപോയി സാറേ. ഓ, മോഹൻ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? സാറേ, PWD സീബ്ര ലൈൻ വരയ്ക്കാൻ വേണ്ടി എന്നെ വിളിച്ചായിരുന്നേ. അപ്പോൾ അതിന് പോകാൻ നിന്നപ്പോഴത്തേക്കിനാണ് ഈ സ്ഥാനാർത്ഥികൾ 2 പേരും വന്നിട്ട് ചുവരെഴുത്തിന് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. ഓ, നല്ല പൈസ തരാമെന്നും പറയും. അപ്പോൾ ഇപ്പോൾ അവർ പൈസയും തരുന്നില്ല. PWD വർക്കിന് വേറെ ആൾ കയറി. ഇനിയിപ്പോൾ അതിനും പോകാൻ പറ്റുമല്ലോ സാറേ. ഓ, അപ്പോൾ അവർ പൈസ തരുന്നില്ല? ഇല്ല സാറേ, അപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എന്താ സ്ഥാനാർത്ഥികളുടെ പേര്? ഒരാൾ കുപ്പിച്ചില്, ഒരാൾ കോടാലി. അങ്ങനെയൊക്കെ പേരുണ്ടോ? അതല്ല സാറേ, ഇത് രണ്ടും ആ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളാണ്. മോഹന, ഞാൻ അവരുടെ പേരാണ് ചോദിച്ചത്. ഒരാൾ രാഘവൻ, ഒരാൾ സഭാഷ്. സാറേ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് സാറേ. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിന് മുന്നിൽ വന്നത്. ശാബത്തും കൊണ്ടേ ഷിഹാബേ, നമുക്ക് മോൻ്റെ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കാം. മോനും തൽക്കാലത്തേക്കൊന്ന് പുറത്തേക്കല്ലേ. സാറേ സാറേ എന്താ സാറ് ഈ എഴുതിയ പ്രകാരേ ആ പ്രതി മനഃപൂർവ്വം കല്ലെടുത്ത് എറിഞ്ഞല്ലേ കേസ് എടുക്കണ്ടേ? അതെ, അതിന് തന്നെയാണല്ലോ കേസ് എടുത്തിരിക്കുന്നത്. ആ, ഇനി അതിലെന്തെങ്കിലും എഴുതി ചേർക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാറേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഗോപാലകൃഷ്ണൻ നടന്നു വന്നപ്പോ എതിരെ വന്ന പട്ടിക്കിട്ടൊരു കല്ലെറിഞ്ഞു. അത് വളവ് തിരിഞ്ഞു വന്ന മാത്യുവിന്റെ മേത്തൊന്ന് കൊണ്ടു. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അതിനിപ്പോ കേസെടുക്കേണ്ട കാര്യമുണ്ടോ? പറഞ്ഞു മനസ്സിലാക്കിച്ചാ പോരെ? പറഞ്ഞ് മനസ്സിലാക്കിയാലും പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? അയാൾ പട്ടിക്കിട്ട് കല്ലെറിഞ്ഞുകൊണ്ടാണല്ലോ മാത്യുവിന്റെ മേല് കൊണ്ടത്. അതിനാണല്ലോ ഇവിടെ പരാതി തന്നിരിക്കുന്നത്. ഇനി ആ പട്ടിയെ കല്ലെറിഞ്ഞെന്നും പറഞ്ഞ് ആരെങ്കിലും പരാതിയായിട്ട് വരുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാറ് പേടിക്കണ്ട സാറേ, കാരണം അത് തെരുവ് പട്ടിയാണ്. ഈ തെരുവ് പട്ടിനെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞു ആരെങ്കിലും കേസുമായിട്ട് വരുമോ സാറേ? എടോ, താൻ തെരുവ് പട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ പുച്ഛിച്ച് തള്ളൊന്നും വേണ്ട. അതും ഒരു ജീവന. ഒരുപാട് മൃഗസ്നേഹികളുള്ള നാടായത്. ഏതെങ്കിലും ഒരു മൃഗസ്നേഹി വന്ന് പരാതി തന്നാലോ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതിനു മുന്നേ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. താൻ എവിടുത്തെ പോലീസുകാരനാടോ? അങ്ങനെ വന്നാലോ? അപ്പൊ നമ്മൾ വിടും. അപ്പൊ അതാണ് ഞാൻ എന്താണ് എഴുതി ചേർക്കേണ്ടതെന്ന് ആലോചിക്കുന്നത്. മീനുകുട്ടി, ഓ സാറേ. വല്ല ഐഡിയ മനസ്സിൽ തോന്നുന്നുണ്ടോ? സാറേ, ഞാൻ ആലോചിച്ചിട്ടേ ആ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് തുടക്കമായതുകൊണ്ടാ. എന്നെ പോലെ സർവീസിൽ എക്സ്പീരിയൻസ് ആവുമ്പോ എല്ലാം തനിയെ മനസ്സിലായിക്കോളും. എന്നാ സത്യഭാമ ഒന്ന് എഴുതി ചേർക്ക്. ഞാൻ നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് എഴുതി ചേർത്തോളാം സാർ.
സാറേ. അവിടെ ഇരുന്ന് മനോഹരൻ CI സാർ എന്നോട് നോക്കാൻ പറഞ്ഞു ഡീൽ ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡീൽ ചെയ്യണം. ഇരുന്നു. എന്താ പേര് തന്റെ? മോഹനൻ. മോഹൻ, എന്താ പ്രശ്നം? സാറേ അവരോട് പണിയൊക്കെ എടുപ്പിച്ചിട്ട് പൈസ ഒന്നും തോന്നില്ല. ഓ, എലക്ഷന് സ്ഥാനാർത്ഥികൾ പറ്റിച്ച കേസ് അതല്ലേ? മോഹൻ ഒരു കാര്യം അറിയോ? മോഹന് വേണമെങ്കിൽ മന്ത്രിമാർക്കെതിരെ കേസ് കൊടുക്കാം. പക്ഷെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കെതിരെ പരാതി കൊടുത്താലേ മോഹന് നാട്ടിലിറങ്ങി നടക്കുമൊന്നും വേണ്ടേ? അല്ല സാറേ, അവർക്കെതിരെ പരാതി കൊടുത്താലേ എന്തെങ്കിലും പ്രശ്നമാകുമോ? പ്രശ്നമാകുമെന്നോ മോഹന? താൻ എന്താടോ ചോദിക്കുന്നേ? അവർ ഉപദ്രവിക്കുകയെല്ലാം ചെയ്യുമോ? അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അതൊക്കെ മോഹന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് മോഹനൻ കള്ളു കുടിച്ച് വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾ നേരെ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പൊ ജാമ്യത്തിലിറക്കാൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ ഈ രാഷ്ട്രീയക്കാരെ ഉണ്ടാവുള്ളൂ സഹായത്തിന്. ഇപ്പൊ മോഹനൻ ഈ കേസായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വന്ന് സഹായിക്കൂ? അല്ല, ഞാൻ കള്ളു കുടിക്കത്തില്ല സാറേ. ശരി, അത് പോട്ടെ. ഇപ്പൊ മോഹനൻ സ്കൂട്ടർ ഓടിച്ച് ഒരാളെ ഇടിച്ചു വീഴ്ത്തി. ഞങ്ങൾ നേരെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു. ജാമ്യത്തിലിറക്കാൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ ഈ രാഷ്ട്രീയക്കാരെ ഉണ്ടാവുള്ളൂ സഹായത്തിന്. അപ്പൊ മോഹനൻ രാഷ്ട്രീയക്കാർക്കെതിരെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ ഈ രാഷ്ട്രീയക്കാരെ ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടാവുമോ? അതിനെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തില്ല സാർ. ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. ശരി, ഇത് രണ്ടും പോട്ടെ. മോഹന് അയൽവാസികളുണ്ടല്ലോ? ഉണ്ട്. അവരായിട്ട് എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കി അവരൊരു പരാതി ഇവിടെ കൊണ്ടു തന്നു. ഞങ്ങൾ നേരെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ജാമ്യത്തിലിറക്കാൻ ആരെങ്കിലും വേണ്ടേ? ഈ രാഷ്ട്രീയക്കാരെ ഉണ്ടാവുള്ളൂ സഹായത്തിന്. അപ്പൊ മോഹനൻ രാഷ്ട്രീയക്കാർക്കെതിരെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വരുമോ സഹായിക്കാൻ? അയൽക്കാരുമായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ വഴക്കാ സാറേ. കേസ് കൊടുക്കണമായിരുന്നെങ്കിൽ നേരത്തെ കൊടുക്കാനേ. അപ്പൊ മോഹനൻ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല സാറേ. നമ്മൾ ചെയ്ത് ജോലിയോട് കൂലി നമുക്ക് തന്നെ കിട്ടണ്ടേ? എനിക്കത് അവരോട് ചോദിച്ചു മേടിക്കാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പരാതിയായിട്ട് ഇങ്ങോട്ട് വന്നത്. അവൻ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്ന തോന്നണം. താൻ കാര്യം സാർ, താൻ ആ കുപ്പിച്ചിലിനോട് കോടാലിനോട് ഇങ്ങോട്ട് വരാൻ പറ. സാർ അവരൊക്കെ രാഷ്ട്രീയക്കാരാ. എന്ത് രാഷ്ട്രീയക്കാര്? പോകാൻ പറയൂ. താൻ അവൻ മരം കണ്ട് വിളിപ്പിക്കും. ഞാൻ സംസാരിച്ചു നോക്കട്ടെ. ശരി സാർ. ഇലക്ഷൻ എന്തായിരുന്നു നിങ്ങളുടെ ചിഹ്നം? കോടാലി. കോടാലി. നിങ്ങളുടെയോ? കുപ്പിച്ചില്ല്. കൊള്ളാം. കുപ്പിച്ചില്ലും കോടാലി രണ്ടുപേർക്കും പറ്റിയ ചിഹ്നമാണ്. എത്ര വോട്ടിനാണ് നമ്മൾ തോറ്റത്? വെറും 1200 വോട്ടിന്. ആണോ? ആ വാർഡിൽ എത്ര വോട്ടുണ്ടായിരുന്നു? 1215. അപ്പൊ 15 വോട്ടാണ് നമുക്ക് കിട്ടിയത്. കൊള്ളാം. നമ്മൾ എത്ര വോട്ടിനാണ് തോറ്റത്? നിസ്സാരം 800 വോട്ടിന്. 800 വോട്ടിന്. ആ വാർഡിൽ എത്ര വോട്ടുണ്ടായിരുന്നു? 835. അപ്പൊ നിങ്ങളെക്കാൾ ഭേദോട് നിങ്ങൾ 35 വോട്ട് കൂടുതലുണ്ട്. കൊള്ളാം. വോട്ടിനെ കണക്കെടുപ്പിക്കാനാണോ സാറേ നിങ്ങൾ വിളിപ്പിച്ച കാര്യം പറ സാറേ. ആ പറയാടോ, നിങ്ങളിങ്ങനെ ധൃതി പിടിക്കല്ലേ. സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ മാന്യത കാണിക്കാറുണ്ടോ? സാറെന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അതായത് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം.
സാറേ സാമ്പത്തികം അല്ലാണ്ട് ഇലക്ഷൻ പ്രചരണം നടക്കും സാറേ. ഓ, അപ്പോ ഈ ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് നിങ്ങൾ എങ്ങനെയാ കാശ് സംഘടിപ്പിക്കുന്നത്? അത് കടം വാങ്ങും, പിന്നെ പിരിവ് നടത്തും. അല്ല സാറെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? കുപ്പിച്ചിൽ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? ഞാൻ ആർക്കും കൊടുക്കാറില്ല. കോടാലിയോ? ഞാൻ ആർക്കും കൊടുക്കാനില്ല. ഉറപ്പല്ലേ? ഉറപ്പ്. നിങ്ങളൊരു മോഹൻ അറിയോ? മോഹൻ നിങ്ങളുടെ വാർഡിലുള്ളതാ. ഞാനറിയില്ല സാറേ. കുപ്പിച്ചില്ലറിയോ? ഞാൻ അറിയില്ല. എന്നാ എനിക്കറിയാം മോഹൻ. നിങ്ങളുടെ രണ്ടാളുടെയും ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ചുവരെഴുത്ത് നടത്തിയ ആർട്ടിസ്റ്റ് മോഹൻ. ഇനിയൊന്ന് ഓർത്തു നോക്കി. ആ മോഹൻ, അവനറിയും. നിങ്ങൾ അവന് വല്ല പൈസ കൊടുക്കാനുണ്ടാ? നമ്മളോ? ഇല്ല സാറേ, ഈ കാര്യം പറയാൻ നിങ്ങടെ വിളിപ്പിച്ചത്. പോയിട്ട് വരെ പണിയുണ്ട് സാറേ. നീ എന്താടാ രാഷ്ട്രീയക്കാരൻ കളിക്കണ എന്റെ മുമ്പിൽ ഒന്ന്? 35 വോട്ടും മേടിച്ച അവൻ കഥ റൂട്ടോട്ട് വന്ന് നീ പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ തരുത്തിയ? നീ എന്താണ് ഞങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത്? ഒരു പാവപ്പെട്ടവനെ കൊണ്ട് രാവും പകലും പണിയെടുപ്പിച്ചിട്ട് അവനൊക്കെ പറ്റിച്ച് നടക്കണ്. എടാ, ഒരു വ്യക്തിയുടെ കാര്യം നോക്കാൻ പറ്റാത്ത നീയൊക്കെ എങ്ങനെയാടാ ഒരു വാർഡിലെ ജനങ്ങളുടെ കാര്യം മുഴുവൻ നോക്കണത്? നാളെ ഉച്ചക്ക് 1 മണിക്ക് മുമ്പ് ആ പാവപ്പെട്ടവന്റെ കാശ് രണ്ടുപേരും തീർത്തു കൊടുത്തില്ലെങ്കിൽ അടുത്ത ഇലക്ഷന് നിവർന്നു നിൽക്കാൻ നിനക്ക് രണ്ടിനും നട്ടലുണ്ടാവില്ല. മനസ്സിലാവണ്ടാ? സാറേ, നാളെ 1 മണിക്ക് കാശ് കൊടുക്കാൻ പറ്റൂല. എന്താടാ? ഞാൻ നാളെ 11 മണിക്ക് കാശ് കൊടുത്തേക്കാം. നീയോ? അങ്ങനെയാണ് ഞാൻ 10 മണിക്ക് കൊടുത്തേക്കാം സാറേ. ഇനി രാഷ്ട്രീയക്കാരന്റെ സ്ഥിരം നമ്പർ ഇറക്കി ആ പാവപ്പെട്ടവനെ വീണ്ടും പറ്റിക്കാനാണ് നിന്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ലേബർ ഓഫീസിൽ ഒരു പരാതിയും കൊടുപ്പിക്കും. മനുഷ്യാവകാശ കമ്മീഷനും പരാതി പോകും. പിന്നെ 2 രാഷ്ട്രീയക്കാർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. മനസ്സിലാവണ്ടറാ? മനസ്സിലാവണ്ടറാ? സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ.